ഹേയ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ഓൾ. സമയം രാവിലെ 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഈ ഒരു സമയത്ത് റൈഡ് ഇറങ്ങുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഴയൊക്കെ ആയതുകൊണ്ട് 6 മണി അല്ലെങ്കിൽ 6 മണി കഴിഞ്ഞിട്ടാണ് റൈഡ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ 5 കഴിഞ്ഞപ്പോൾ റൈഡ് ഇറങ്ങുവാണ്. അതെ, റോഡ് ബൈക്ക് കൊണ്ടാട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ ഓൺ ദ വേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഡെയിലി മോർണിംഗ് റൈഡ് തന്നെയാണ് കേട്ടോ, ഒരു 50 കിലോമീറ്റർ റൈഡ്. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ കാഞ്ഞിരമറ്റ അടുത്തുള്ള മില്ലിങ്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. അതിൻ്റെ പേര് അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു, മില്ലിങ്കൽ. അപ്പോൾ നമ്മൾ ഡെയിലി റൈഡ് പോകുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ വീക്കിലി ഒരു 5 റൈഡ് പോവുകയാണെങ്കിൽ 5 ഡിഫറെൻറ്റ് ലൊക്കേഷനാണ് കേട്ടോ പോടെ. അപ്പോൾ വീക്കിലി ഒരു തവണ പോകുന്ന ലൊക്കേഷനല്ല, വല്ലപ്പോഴും മാസത്തിലൊന്നൊക്കെ പോകുന്ന ലൊക്കേഷൻ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ നാട്ടിലെ വഴി. ഒരു കയറ്റമുണ്ട്, ഒരു ഇറക്കമുണ്ട്, അങ്ങനത്തെ വഴികളാട്ടോ. അങ്ങനെ ആ ഒരു ചെറിയ ഇറക്കം കഴിഞ്ഞിട്ട് ഒരു ചെറിയ കയറ്റം കേട്ടോ. അങ്ങനെ ആ ഒരു ചെറിയ കയറ്റം കഴിഞ്ഞിട്ട് കുറച്ച് വലിയൊരു കയറ്റം കേട്ടോ. ഇതിപ്പോൾ ലൊക്കേഷൻ തലപ്പാറ കേട്ടോ. അങ്ങനെ തലവലപ്പറമ്പിൽ നിന്ന് എറണാകുളം റൂട്ടിലേക്ക് കയറി. അപ്പോൾ നമ്മളിന്ന് പോകുന്ന ലൊക്കേഷനിലേക്ക് ഞാൻ അധികം പോകാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വഴി തന്നെ കേട്ടോ. അതിനാന്ന് വെച്ചാൽ അത്ര വലിയ വഴിയുമല്ല, എന്നാൽ അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. ഈ സമയത്ത് വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ തിരിച്ചു വരുമ്പം നല്ല ട്രാഫിക് ഉണ്ടാവും. നമ്മുടെ റൈറ്റ് സൈഡിൽ തലവലപ്പറമ്പ് DB കോളേജ് കേട്ടോ. ഇന്നലത്തെ മഴയുടെ ചെറിയൊരു കോടയൊക്കെ കാണാം കേട്ടോ. മൂവാറ്റുപുഴ നദിയുടെ കുറുകെയുള്ള പാലാട്ടോ.
അപ്പോൾ നമ്മൾ യൂഷ്വലി ഹൈബ്രിഡായിട്ട് ഇറങ്ങുന്ന ദിവസം കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടായിരിക്കും റൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ റോഡ് ബൈക്കായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ചൊരു പെർഫോമൻസ് രീതിയിലായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോപ്രോയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചെസ്റ്റ് മൗണ്ട് ആട്ടോ. അപ്പോൾ ഈ ഒരു ചെസ്റ്റ് മൗണ്ടൊക്കെ വെച്ചിട്ട് ഒരു 160 BPM മേളിലൊക്കെ, ഹാർട്ട് റേറ്റിൻ്റെ മേളിലൊക്കെ ചവിട്ടുമ്പോൾ വലിയ പാടാട്ടോ. അപ്പോൾ ഇന്നത്തെ റൈഡിൽ അരുൺ ബ്രോ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രോയുടെ കൂടെ ഞാൻ അധികം റൈഡൊന്നും അങ്ങനെ പോയിട്ടില്ല, ഒരു 3-4 റൈഡ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരുൺ ബ്രോനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ചാർലി സിനിമയിൽ പറയുന്ന പോലെ അവന് ഭ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നതെന്ന്. ചുമ്മാ അറിഞ്ഞ കേട്ടോ, ഹീസ് എ ഗ്രീറ്റ് റൈഡർ. ഇതാട്ടോ നമ്മുടെ അരുൺ ബ്രോ. അല്ല, അത് അങ്ങനെ വഴിയായിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ ടാറിങ് തീരും. അത് കുഴപ്പമില്ല, എന്നാലും തെളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പോകുമ്പോൾ ആ വഴി അത്ര ഇതാക്കിയിട്ടില്ല, വെറുതെ എന്താണ്ട് ഇട്ടേക്കുക, ടൂറിസത്തിന് ഇതിനു വേണ്ടിയിട്ടേക്കണം ആണെന്ന് തോന്നുന്നു. ഇത് അല്ല, റീടാർ ചെയ്തോ, നേരത്തെ ഇത്രയും നല്ലതല്ലായിരുന്നു, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. ഇത് ഇവിടെ ഒരു പാർക്ക് കണ്ടില്ല, ഇത് കോഫി ഹൗസിൻ്റെ ആണോ? കോഫി ഹൗസിൻ്റെ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് കാഞ്ഞിരമറ്റെന്നാണോ അതോ മില്ലിങ്കിൽ നിന്നാണോ? ഇവിടെ മാത്രം മില്ലിങ്കൽ ജംഗ്ഷൻ. പണ്ട് ഇവിടെ ഒരു മില്ലുണ്ടായിരുന്നു, അങ്ങനെയാണ് ഇതിന് മില്ലിങ്കിൽ നിന്ന് വരുന്നത്. സത്യം ചോദിച്ചു നോക്കാം. ഓക്കെ, അതിൻ്റെ അടുത്ത ചോദ്യം, ഇത് തോടാണോ തടാകാണോ? പക്ഷെ തോടാണെങ്കിൽ അവിടെ ഇങ്ങനെ അടി കൂടെ പോവോ? എവിടെ? മറ്റേ ഇന്ത്യൻ കോഫി തന്നെ അവിടെ ഇന്ത്യൻ കോഫി പോയില്ലേ? ഇതൊരു മാതിരി ചെളി പിടിച്ച് കിടക്കുന്നു. അത് വേറെ ഇവിടെ അങ്ങോട്ട് അടച്ച് ഇന്ത്യൻ കോഫി കൊണ്ട് വെച്ചേക്കല്ലേ. ഒരു അഞ്ച് മറ്റേ ചെളി ഉണ്ടോന്നൊന്ന് ഇറങ്ങി നോക്കി, എനിക്കറിയാലോ. നമുക്ക് ഇതിന്റെ എൻ്റെ വരെ പോയിട്ട് വരാം. ഇതേ ബോട്ടൊക്കെ കിടക്കണം. ഇത് ടൂറിസ്റ്റ് ബോട്ടാണോ? അല്ലല്ലോ, ഇത് മറ്റേ പിന്നെ അല്ല, ശരിക്കും ഈ തോടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വേസ്റ്റ് ഇടാനുള്ള വഴിയെ പോകുന്നൊരു വേസ്റ്റ് എറിയുന്ന സ്ഥലമാണല്ലോ. ഏറ്റവും കൂടുതൽ വേസ്റ്റ് എറിയുന്ന സ്ഥലം അങ്ങോട്ട് പോയ പഞ്ചർ കിട്ടത്തില്ലല്ലോ അല്ലേ? വേണം ഞാൻ ഇതിലെ കൂടി ഇങ്ങനെ ബാലൻസ് ചെയ്ത് ചവിട്ടിയാലോ? ചവിട്ടിക്കോ. ആണല്ലേ? അതെ അതെ, ഇത്രയേ ഉള്ളൂ. അല്ല, ഇവിടെ നീന്താൻ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അടിയിൽ മറ്റേ എന്തോ തൊട്ടാവാടി കുഴപ്പമില്ല. തൊട്ടാവാടിയൊക്കെ കിട്ടി പഞ്ചർ കിട്ടുമെന്ന് പറഞ്ഞാൽ ഹേയ് നാണക്കേട്. ഓ, വഴി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് പണ്ട് ചെളി വരാൻ വന്ന ഹിറ്റാച്ചിയാ, ഇതുവരെ വാരി കഴിഞ്ഞിട്ടില്ല. ആണോ? പക്ഷെ കണ്ടിട്ടൊരു മാതിരി കണ്ടോ, അവിടെ നിന്നൊക്കെ ഇനി എങ്ങനെ കയറി വരാനാ? നമുക്ക് ആ തെങ്ങുള്ള സ്ഥലത്തേക്ക് പോകാം. അയ്യോ,
അപ്പോൾ ദേ ഇതാണ് ആ ലൊക്കേഷൻ. കാഞ്ഞിരമറ്റമാണ് സ്ഥലം. ഇത് പ്രോപ്പർ മില്ലിങ്കലാട്ടോ, അല്ലെങ്കിൽ മില്ലിങ്കൽ ജംഗ്ഷൻ. അപ്പോൾ അതിന് മില്ലിങ്കൽ ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇത്ര ഒരു സ്പേസ് ഉണ്ട്, ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സൈഡിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ഇത് കനാലിനാട്ടോ കാണിക്കുന്നത്. കനാൽ ഇതേ ഞാൻ പറഞ്ഞ പോലെ ഒരു സൈഡിൽ തെങ്ങുകളൊക്കെ ആയിട്ട്. അപ്പോൾ ദേ ഇന്ന് മൂടലായോണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ ഇതേ അവിടെ നല്ല അടിപൊളി ഒരു സൺറൈസ് വ്യൂ ഒക്കെ നൈസാട്ടോ. അപ്പോൾ അതെ നമ്മുടെ അരുൺ ബ്രോ ഫ്രണ്ടിൽ പോയി അവിടെ അടുത്തുള്ളൊരു പയ്യനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് അവൻ പറഞ്ഞ് ജസ്റ്റ് റൈഡിലേക്ക് മാറുകയാണെങ്കിൽ എന്തോ കണ്ടമൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ അവിടെ പാടം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു പാടം കൂടെ കണ്ടിട്ട് പിന്നെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ കറക്റ്റ് ആ ജംഗ്ഷനിലൊരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരുൺ ബ്രോ ഇടയ്ക്ക് അവിടെ പോയി ചായയും വടയൊക്കെ കഴിച്ചിട്ട് വിത്ത് ചമ്മന്തി പുള്ളി സ്റ്റാറ്റസൊക്കെ ഇടുന്ന കാണാവേ. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ലൊക്കേഷനൊക്കെ ഏതാണ്. അപ്പോൾ ദേ അവിടെ നിന്ന് പോയി ഒരു ചായയും വടയായിട്ടുണ്ടെങ്കിൽ വടയും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇതാണോ വഴി? ഓഫ് റോഡാണല്ലോ. അയ്യോ ദൈവം, ഇന്ന് ഹൈബ്രിഡ് എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഈ വഴിക്ക് നമ്മളിന്ന് ഹൈബ്രിഡ് കൊണ്ട് വരണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ചെളിയാണ്. അപ്പോൾ ഇത് റോഡ് ബൈക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്രേക്കിൻ്റെ യൂണിറ്റ് ഉണ്ടോ. അപ്പോൾ ഇതും നമ്മുടെ ടയറുമായിട്ട് വളരെ ചെറിയൊരു ഇത്രയുണ്ട് ഗ്യാപ്പുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു മണ്ണ് കയറുമ്പോൾ തന്നെ ഇവിടെ വന്ന് അടിക്കാൻ തുടങ്ങും. പിന്നെ അത് ബ്രേക്കിൻ്റെ ഇങ്ങോട്ട് ഇറങ്ങും. പിന്നെ അത് കട്ടയുടെ റിമ്പിൻ്റെ ഇടയ്ക്ക് കിടന്ന് അത് വരയും കേട്ടോ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. സോ നമ്മുടെ അരുമ്പ്രോ എന്തൊക്കെയോ നോക്കുന്നുണ്ട് അവിടെ. കണ്ട, ഇതാണ് നമ്മൾ പറഞ്ഞത്. അയ്യോ ചെള്ള. ഞാൻ വണ്ടി മിനിങ്ങാന്ന് കഴുകി ആ ലൂബൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിരുന്നതായിരുന്നു. ഞാൻ പുല്ലക്കൂടെ ഉള്ളൂ. കാരണം തെന്നുവാണെങ്കിൽ മറ്റേ ക്ലീറ്റ്സും വെച്ചിട്ടെ ആദ്യത്തെ വീഴ്ച തന്നെ ചെളിയിലാവണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതുവരെ വീണിട്ടില്ല. ഫസ്റ്റ് വീഴ്ച ചെളിയിലൊക്കെ വീണാൽ പിന്നെ. അപ്പോൾ പഴയ കോഫി ഹൗസ് ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ എന്താ ഇവിടെ കുറച്ച് പടങ്ങളൊക്കെ വെച്ചിരുന്നു. മില്ലിങ്കൽ ടൂറിസം പദ്ധതി, ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് കേട്ടോ. അപ്പോൾ രാവിലെ വടയായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂരി പറഞ്ഞേക്കുവാണ്. ഇതെന്നെ അറിയാം. ബീട്രൂട്ട് തക്കാളി ഉണ്ടോ നോക്കേ. ബീട്രൂട്ട് തക്കാളി ശരിയല്ല. ബൈ ബൈ. അപ്പം അരുൺ ബ്രോ നമ്മുടെ എറണാകുളം റൂട്ട് പിടിച്ചിട്ട് അവിടുന്ന് വൈക്കം സൈഡിലേക്ക് പോകും. ഞാൻ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം. അയ്യോ, ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഈ റൂട്ടിൻ്റെ പ്രശ്നം. ഫുള്ള് തിരക്കാട്ടോ. ചെറിയ വഴികളുമാണ്, അതുപോലെ വലിയ ലോറികളുണ്ട്. നമ്മൾ തിരക്കുള്ള എറണാകുളം റൂട്ടിൽ നിന്ന് നമ്മുടെ റൂട്ടിലേക്ക് കയറി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ വീട്ടിലേക്ക് ഒരു 50-55 കിലോമീറ്റർ റൈഡാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡെയിലി മോർണിംഗ് റൈഡ് വീഡിയോ. ബൈ ബൈ, പീസ് ഔട്ട്.
അങ്ങനത്തെ നമ്മൾ റൈഡ് കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ അത് ഇതുപോലെ ഒരു മഴ റൈഡ് അല്ലെങ്കിൽ കുറച്ച് ചെളിക്കൂടെയൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ ആ ഒരു ചെളിയൊക്കെ ഒന്ന് ഉണങ്ങി സെറ്റാവുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ വണ്ടി മൊത്തത്തിൽ കഴുകിയില്ലെങ്കിലും ജസ്റ്റ് ഇതേ നമ്മുടെ ഡ്രൈവ് ട്രെയിനിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും.